എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 3 മേക്കിംഗ് ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന പാഠത്തിലെ ആദ്യ യൂണിറ്റാണ്. ഈ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ എങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി, കൊളോണിയലിസം എങ്ങനെ രൂപപ്പെട്ടു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഇന്ത്യ ഭരിക്കുന്ന ശക്തിയായി മാറി എന്നതിന്റെ തുടക്കമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഡിഗ്രി പരീക്ഷയ്ക്കും UGC നെറ്റ്, PSC മറ്റു മത്സര പരീക്ഷകൾക്കും ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ യൂറോപ്യന്മാരുടെ വരവിനു മുമ്പ്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ എത്തുന്നതിനു മുമ്പ് ഇന്ത്യക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിന്റെ വേരുകൾ സിന്ധുനദീതട സംസ്കാരത്തിൽ എത്തിച്ചേരുന്നു. നഗരാസൂത്രണം, വ്യാപാരം, ഭരണസംവിധാനം എന്നിവയിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു പുരാതന സംസ്കാരമായിരുന്നു അത്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിരവധി രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഉയർന്നു. ചിലത് ശക്തമായി വളർന്നു, ചിലത് കാലക്രമേണ തകർന്നു. യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഒരു കാലത്ത് ഇന്ത്യയുടെ വലിയൊരു ഭാഗത്ത് രാഷ്ട്രീയ ഐക്യം സൃഷ്ടിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി ഇന്ത്യയിൽ ഒരൊറ്റ ശക്തമായ ഭരണകൂടം ഉണ്ടായിരുന്നില്ല. പല ചെറിയ രാജ്യങ്ങളും രാജവംശങ്ങളും നാട്ടുരാജ്യങ്ങളും തമ്മിൽ അധികാരത്തിനായി മത്സരിക്കുകയായിരുന്നു. ഈ രാഷ്ട്രീയ വിഭജനം പിന്നീട് യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിൽ ഇടപെടാൻ വലിയ അവസരമായി മാറി. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം. മധ്യകാല ഇന്ത്യയിൽ നിരവധി രാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഡൽഹി സുൽത്താനത്ത്, അഹോം രാജ്യം, വിജയനഗര സാമ്രാജ്യം, ഗജപതി രാജ്യം, ഡെക്കാൻ സുൽത്താൻമാർ, ചിത്രദുർഗ് രാജ്യം, ഗഡ്വാൾ രാജ്യം, മൈസൂർ രാജ്യം, കെലാഡി രാജ്യം, തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നിരവധി ഭരണകൂടങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഭരിച്ചു. മുഗൾ ഭരണകാലത്തും ഇതേ അവസ്ഥ ഏതാണ്ട് തുടർന്നു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും മുഗൾ സാമ്രാജ്യം ശക്തമായിരുന്നെങ്കിലും തെക്കേ ഇന്ത്യയുടെ വലിയൊരു ഭാഗം അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നില്ല. ഇതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറബിക്കടൽ തീരം വിദേശ വ്യാപാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. വിജയനഗര സാമ്രാജ്യവും യൂറോപ്യന്മാരും. ഒരു പ്രധാന ചോദ്യം ഇവിടെ ഉയരാം. വിജയനഗര ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ വ്യാപാരികളെ സ്വാഗതം ചെയ്തത്? കാരണം രാഷ്ട്രീയമായിരുന്നു. മുഗൾ ശക്തിയെ നേരിടാൻ ഒരു തന്ത്രപരമായ കൂട്ടാളിയായി യൂറോപ്യൻ വ്യാപാരികളെ അവർ കണ്ടു. അതിനാൽ പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയപ്പോൾ വിജയനഗര ഭരണാധികാരികൾ അവരെ പിന്തുണച്ചു. ആ സമയത്ത് അത് ഒരു വ്യാപാര ബന്ധം മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അതേ ബന്ധം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ മറ്റൊരു പ്രധാന ചോദ്യം. യൂറോപ്യന്മാർ എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഉത്തരം വളരെ ലളിതമാണ്. വ്യാപാരം. പ്രത്യേകിച്ച് കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ വളരെ വിലപിടിപ്പുള്ളവയായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ പരുത്തിത്തുണി, പട്ടുവസ്ത്രം, നീലച്ചായം, മറ്റ് വിലയേറിയ ഉൽപ്പന്നങ്ങൾക്കും വലിയ ആവശ്യകതയുണ്ടായിരുന്നു. ആദ്യത്തിൽ അവരുടെ ലക്ഷ്യം വ്യാപാരം മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് വ്യാപാരം രാഷ്ട്രീയ ഇടപെടലേക്കും തുടർന്ന് സൈനിക ഇടപെടലേക്കും ഒടുവിൽ കൊളോണിയൽ ഭരണത്തിലേക്കും മാറി. അടുത്ത ഭാഗത്തിൽ നാം പഠിക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവ്. വാസ്കോ ഡ ഗാമയുടെ യാത്ര 1498. ഗോവയുടെ കീഴടക്കൽ. ഡച്ചുകാരുടെ വരവ്. ഫ്രഞ്ചുകാരുടെ വരവ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഇവയെല്ലാം ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയാത്തതിനാൽ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 പഠിപ്പിക്കാം. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC Challenger Pro, നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.